മഹാദേവനുള്ള സങ്കേതങ്ങളിൽ വൈക്കത്തപ്പനുള്ള പ്രാമുഖ്യവും പാരമ്പര്യവും എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. 8 ഏക്കർ വിസ്തീർണമുള്ളതാണ് ക്ഷേത്രമതിൽക്കകം. കിഴക്കോട്ട് അഭിമുഖമായി നിൽക്കുന്ന ക്ഷേത്രത്തിന് 4 വശത്തും ഗോപുരങ്ങളുണ്ട്. ക്ഷേത്രത്തെ ചുറ്റി റോഡുകളും ഉണ്ട്. കിഴക്കേ ഗോപുരത്തിനടുത്ത് ആദ്യത്തെ ആനക്കൊട്ടിലും സ്വർണ്ണ കൊടിമരത്തിനു മുമ്പിൽ രണ്ടാമത്തെ ആനക്കൊട്ടിലും കാണാം. ഇവയ്ക്കിടയിൽ വിശാലമായ അങ്കണമാണ്. ആദ്യത്തെ ആനക്കൊട്ടിലിന് സമീപത്തായി വലിയൊരു നടപ്പന്തലും ഇപ്പോൾ നിർമ്മിച്ചിട്ടുണ്ട്. മുൻഭാഗത്താണ് തുറസായ വലിയ മുറ്റമുള്ളത്. കിഴക്കു തെക്കേ ഭാഗത്ത് വലിയ ഓഡിറ്റോറിയവും സ്റ്റേജും ഉണ്ട്. കിഴക്കു ഭാഗത്ത് ക്ഷേത്രത്തിന്റെ പഴക്കവും പ്രൗഢിയും വിളിച്ചോതുന്ന 4 ദീപസ്തംഭങ്ങളും 17 തട്ടുള്ള 2ഉം 11 തട്ടുള്ള 2ഉം കൂറ്റൻ ഓട്ടുവിളക്കുകളും ആണവ. രണ്ടാമത്തെ ആനക്കൊട്ടിലിനോട് ചേർന്ന് 64 അടി ഉയരമുള്ള സ്വർണ്ണ ധ്വജമാണ് തല ഉയർത്തി നിൽക്കുന്നത്. ക്ഷേത്രത്തിന്റെ വലിപ്പം വെച്ച് നോക്കുമ്പോൾ ഈ ഉയരം അധികമല്ല. ക്ഷേത്രത്തിന്റെ വടക്കു ഭാഗത്ത് വളരെയധികം നീളത്തിൽ കാണുന്ന ഇരുനില കെട്ടിടം ഊട്ടുപുരയാണ്. ത്രേതായുഗത്തിൽ സ്ഥാപിതമായ ക്ഷേത്രമാണ് വൈക്കത്തപ്പന്റേതെന്നാണ് പഴമക്കാർ പറയുന്നത്. ഇതേക്കുറിച്ച് വ്യക്തമായ രേഖകളില്ല. തലമുറകൾ കൈമാറിയ ഐതിഹ്യ കഥകൾ മാത്രമാണ് ആശ്രയം. പണ്ട് ശക്തനും ബുദ്ധിമാനുമായ ഖരൻ എന്നൊരു അസുരൻ ശിവനെ കഠിനമായി തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി. അസുരനായിരുന്നെങ്കിലും ദുഷ്ടചിന്തകളിലേക്ക് മനസ്സ് ചെന്ന് വീഴാത്ത ഒരു സിദ്ധനായിരുന്നു ഖരൻ. ശൈവവിദ്യ സ്വായത്തമാക്കിയ അസുരന് ഭഗവാനെ പൂജിച്ച് മോക്ഷം പ്രാപിക്കാനായിരുന്നു ആഗ്രഹം. ശ്രീ പരമേശ്വരൻ ഖരനെ അകമഴിഞ്ഞ് അനുഗ്രഹിക്കുകയും അയാൾക്ക് 3 ശിവലിംഗങ്ങൾ സമ്മാനിക്കുകയും ചെയ്തു. ഖരനുണ്ടായ സന്തോഷം അളവറ്റതായിരുന്നു. 3 ശിവലിംഗങ്ങളും ഉചിതമായ സ്ഥലങ്ങളിൽ പ്രതിഷ്ഠിച്ച് പൂജിക്കണമെന്ന് ഖരൻ ആഗ്രഹിച്ചു. 2 കൈകളിലും ഓരോ ശിവലിംഗങ്ങൾ എടുത്തപ്പോൾ മൂന്നാമത്തേത് പിടിക്കാൻ പറ്റാത്തതിനാൽ അത് കടിച്ചെടുത്തുകൊണ്ടാണ് ഖരൻ ആകാശമാർഗത്തിൽ സഞ്ചരിച്ചത്. കുറെ ദൂരം പോയപ്പോൾ 3ന്റെയും ഭാരം മൂലം ഖരൻ ക്ഷീണിതനായി. അല്പം വിശ്രമിക്കാമെന്ന് കരുതി വലതു കൈയിലിരുന്ന ലിംഗം താഴെ വെച്ചു. മുട്ടപ്പം വെള്ളമുള്ള സ്ഥലത്താണ് ലിംഗം വെച്ചതെങ്കിലും അത് പുറത്ത് കാണാമായിരുന്നു. കുറച്ചു നേരത്തെ വിശ്രമത്തിനു ശേഷം ഖരൻ യാത്ര തുടരാനായി എഴുന്നേറ്റു. വെള്ളത്തിൽ വെച്ച ശിവലിംഗം എടുത്തിട്ട് പൊങ്ങി വന്നില്ല. ഖരൻ നന്നേ ബലം പ്രയോഗിച്ച് നോക്കിയെങ്കിലും അതൊന്നും അനങ്ങിയതുപോലുമില്ല. ഭഗവാന് ഇവിടെ ഇരിക്കാനാണ് ഇഷ്ടം. എവിടെ നിന്നോ ഇങ്ങനെ ഒരു അശരീരി മുഴങ്ങിയപ്പോൾ ഖരൻ പിന്മാറി. ഈ സമയത്ത് വ്യാഘ്രപാദ മഹർഷി അതുവഴി വന്നു. അദ്ദേഹത്തെ കണ്ട് സന്തുഷ്ടനായ ഖരൻ പറഞ്ഞു, മഹർഷിയെ, ശ്രീ മഹാദേവൻ കനിഞ്ഞു നൽകിയ ലിംഗത്രയങ്ങളിൽ ഒന്നാണിത്. ഇത് ഇവിടെ ഉറച്ചു പോയിരിക്കുന്നു. ഈ ലിംഗം ഞാൻ അങ്ങേ ഏൽപ്പിക്കുന്നു. അത്യന്തം പവിത്രമായി കരുതി അങ്ങ് ഇതിനെ പൂജിച്ചാലും. ഇത്രയും പറഞ്ഞിട്ട് ഖരൻ മറ്റു 2 ശിവലിംഗങ്ങളുമായി അവിടെ നിന്ന് യാത്ര തുടർന്നു. ഖരൻ കടിച്ചു പിടിച്ചിരുന്ന ശിവലിംഗം കടുത്തുരുത്തിയിലും ഇടത് കൈയിൽ പിടിച്ചിരുന്ന ഏറ്റുമാനൂരും പ്രതിഷ്ഠിക്കപ്പെടുകയും പിന്നീട് അവ മഹാക്ഷേത്രങ്ങളായി തീരുകയും ചെയ്തു. വ്യാഘ്രപാദ മഹർഷി ശിവലിംഗ പൂജയുമായി അവിടെ കഴിഞ്ഞിരുന്നതിനാൽ വ്യാഘ്രപാദം എന്ന പദത്തിൽ നിന്ന് വൈക്കം എന്ന സ്ഥലനാമം ഉണ്ടായി എന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു. ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു ഐതിഹ്യവും പ്രചാരത്തിലുണ്ട്. ഒരിക്കൽ ശിവനും ബ്രഹ്മാവും തമ്മിൽ കലഹമുണ്ടായി. കോപിഷ്ഠനായ ശിവൻ ബ്രഹ്മാവിന്റെ 5 തലകളിൽ ഒന്ന് നുള്ളിയെടുത്തു കളഞ്ഞു. അതുമൂലം ശിവന് ബ്രഹ്മഹത്യാ പാപമുണ്ടായി. ഈ തലയോട്ടിയും കൊണ്ട് നീ 12 വർഷക്കാലം ഭിക്ഷ തണ്ടി നടക്കാനിടയാവട്ടെ എന്ന് ബ്രഹ്മാവ് ശപിക്കുകയും ചെയ്തു. പാപപരിഹാരാർത്ഥം ബ്രഹ്മാവിന്റെ തലയോട്ടിയുമായി ശിവൻ പാർവതിയുമൊത്ത് ഭിക്ഷാടനത്തിനിറങ്ങി. ഒരു വ്യാഴവട്ടക്കാലം അവർക്കങ്ങനെ കഴിയേണ്ടി വന്നു. ഭിക്ഷപാത്രമായ കപാലം നിറയുമ്പോൾ പാർവതി ദേവി അത് പതിയെ അറിയിക്കും. ശിവൻ അത് നിലത്ത് വെച്ചിട്ട് തൃക്കണ്ണ് തുറന്ന് കിട്ടിയ ഭിക്ഷ ഭസ്മീകരിക്കും. 12 വർഷക്കാലത്തെ ഭിക്ഷാടനം അവസാനിച്ചത് അവർ വൈക്കം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നിടത്ത് എത്തിയപ്പോഴാണ്. അപ്പോൾ കപാലം നിറഞ്ഞിരുന്നു. ദേവി അത് ശിവനെ അറിയിച്ചപ്പോൾ വെക്കാം എന്ന് ഭഗവാൻ അരുളി ചെയ്തു. കപാലം ഇനി വേണ്ട, അവിടെ വെച്ചോളൂ എന്നാണ് ഭഗവാൻ ഉദ്ദേശിച്ചത്. പാർവതി അപ്രകാരം ചെയ്തു. വെക്കാമെന്ന വാക്കിൽ നിന്ന് വൈക്കം എന്ന പേരുണ്ടായി എന്ന അഭിപ്രായത്തിനും പ്രസക്തിയുണ്ട്. ക്ഷേത്രത്തിന്റെ കിഴക്ക് ഭാഗത്തുള്ള ആനക്കൊട്ടിലിനടുത്ത് ഒരു ആൽത്തറയുണ്ട്. വ്യാഘ്രപാദ മഹർഷിക്ക് ഭഗവാൻ ദർശനം നൽകിയത് ആ അശ്വത്ഥത്തിന്റെ ചുവട്ടിൽ വെച്ചാണ്. വൃശ്ചിക മാസത്തിലെ കൃഷ്ണാഷ്ടമി ദിവസം 7:30 വെളുപ്പിനാണ് മഹർഷിക്ക് ഈ സൗഭാഗ്യം കൈവന്നത്. ദശാബ്ദങ്ങൾ പഴക്കമുള്ള ആ അശ്വത്ഥം നശിച്ചുപോയി. പുതിയ വൃക്ഷമാണ് ഇപ്പോഴിവിടെയുള്ളത്. ചുറ്റും തറകെട്ടി സംരക്ഷിച്ചിട്ടുള്ള അവിടം വ്യാഘ്രപാദ സങ്കേതം എന്നറിയപ്പെടുന്നു.
മഹർഷി ശിവലിംഗത്തെ പൂജിച്ചിരുന്നു എന്നല്ലാതെ ക്ഷേത്ര നിർമ്മാണം നടത്താൻ ശ്രമിച്ചിരുന്നില്ല. അതിന് തക്ക വിധത്തിലുള്ള ജനവാസമോ ഭൗതിക ചുറ്റുപാടുകളോ അന്ന് അവിടെ ഉണ്ടായിരുന്നില്ല. മലയാളക്കരയുടെ സൃഷ്ടാവായ പരശുരാമൻ ഒരിക്കൽ അതുവഴി സഞ്ചരിച്ചപ്പോൾ അഭൗമമായ ശിവ തേജസ് ജ്വലിക്കുന്നത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. കാടു പിടിച്ചുകിടന്ന ആ സ്ഥലത്ത് പരിശോധന നടത്തിയപ്പോഴാണ് വെറും തറയിൽ വ്യാഘ്രപാദ മഹർഷി പൂജ നടത്തിയിരുന്ന ശിവലിംഗം കണ്ടെത്തിയത്. 21 പ്രാവശ്യം ഭൂമിയെ വലം വെച്ച് ക്ഷത്രിയ നിഗ്രഹം നടത്തിയ പരശുരാമന്റെ മനസ്സ് പശ്ചാത്താപത്താലും പാപഭാരത്താലും പ്രക്ഷുബ്ധമായിരുന്നു. തന്റെ ഗുരുവും ആരാധ്യ ദേവനുമായ ശിവന്റെ ലിംഗം കണ്ട മാത്രയിൽ വികാര വിക്ഷോഭങ്ങൾ കടിപ്പെട്ട് അദ്ദേഹം ഓടിച്ചെന്ന് ആ ശിവലിംഗത്തിൽ കെട്ടിപ്പിടിച്ചു കിടന്ന് ഉള്ളൊരുകി പ്രാർത്ഥിച്ചു. മനസ്സ് ശാന്തമായപ്പോൾ ആ ദിവ്യ വിഗ്രഹം ഒരു ക്ഷേത്രമുണ്ടാക്കി പ്രതിഷ്ഠിക്കണമെന്ന് പരശുരാമൻ നിശ്ചയിച്ചു. ഒരു നിമിഷം പോലും വൈകിയില്ല. ആ പുണ്യ തപോധനന്റെ നേതൃത്വത്തിൽ വലിയൊരു ക്ഷേത്രം അവിടെ രൂപം കൊണ്ടു. ഒന്നിനും ഒരു കുറവും വരുത്തിയില്ല. അതിമനോഹരമായ ഗർഭഗൃഹവും മണ്ഡപവും ബലിപീഠവും കൊടിമരവും ഗോപുരങ്ങളും ഒക്കെ യഥാവിധി നിർമ്മിക്കപ്പെട്ടു. പരശുരാമൻ തന്നെയാണ് ഗർഭഗൃഹത്തിൽ ശിവലിംഗം പ്രതിഷ്ഠിച്ചത്. സന്തുഷ്ടനായ ഭഗവാൻ പ്രത്യക്ഷ ദർശനം നൽകി പരശുരാമനെ അനുഗ്രഹിച്ചു. വ്യാഘ്രപാദ മഹർഷിക്ക് ഭഗവാൻ ദർശനം നൽകിയ പുലർക്കാലത്തിലെ സമയത്ത് അഷ്ടമി ദിവസം ക്ഷേത്രത്തിലെത്തി ഭഗവാനെ കണ്ടു തൊഴുന്നത് മഹാപുണ്യമായി കരുതപ്പെടുന്നു. വൈക്കം ക്ഷേത്രത്തിലെ പൂജാക്രമങ്ങൾ ചിട്ടപ്പെടുത്തിയതും പരശുരാമനാണ്. അഷ്ടമി വളരെ വിശേഷപ്പെട്ട രീതിയിൽ ആഘോഷിക്കാനും അദ്ദേഹം ഏർപ്പാടുകൾ ചെയ്തു. മേനാട്ട് നമ്പൂതിരിക്ക് ക്ഷേത്രത്തിന്റെ താന്ത്രിക അവകാശവും കോഴിക്കോട്ട് വടകരയിലെ 11 നമ്പൂതിരി ഇല്ലക്കാർക്ക് ക്ഷേത്രത്തിൽ ശാന്തികർമ്മം നടത്താനുള്ള അവകാശവും പരശുരാമൻ നൽകി. ചോയമംഗലത്ത് ഇല്ലക്കാർക്കാണ് ആദ്യം മേൽശാന്തി സ്ഥാനം ലഭിച്ചത്. അത് പിന്നീട് അരങ്ങോട്ട് ഇല്ലക്കാർക്കായി. ഈ ഇല്ലം അന്യം നിന്നപ്പോൾ പിന്നീട് തരണി ഇല്ലക്കാർക്ക് ഈ പദവി സിദ്ധിച്ചു. ക്ഷേത്രത്തിനകത്തേക്ക് കയറാനായി ആനക്കൊട്ടിലിൽ നിന്ന് മുന്നോട്ട് കൊത്തുപണികളുള്ള പുറ്റൻ കരിങ്കൽ തൂണുകളാണ് ബലിക്കൽപുരയിൽ നമ്മെ അഭിമുഖീകരിക്കുന്നത്. കൊടിമരത്തിന് മുന്നിൽ ഇരുവശത്തുമായുള്ള കരിങ്കൽ തൂണുകളിൽ ലോഹനിർമ്മിതമായ 2 ദ്വാരപാലകൾ. ബലിക്കൽപുരയുടെ വടക്കു കിഴക്കായുള്ള ഒരു കരിങ്കൽ തൂണിൽ തൂണിന്മേൽ ഗണപതി എന്ന സങ്കല്പമുണ്ട്. തൂണിൽ തന്നെ കൊത്തിവെച്ചിട്ടുള്ള ശില്പമാണത്. ദേശീയക്കാരനായ ഗണപതിയെ ഭഗവാൻ തൂണിന്മേൽ ബന്ധിച്ചതാണത്രേ. ഈ ഗണപതിക്ക് നല്ല ശക്തിയുള്ളതിനാൽ അവിടെ ആശ്രയിച്ചെത്തുന്നവരെ ഗണപതി ഭഗവാൻ കനിഞ്ഞ് അനുഗ്രഹിക്കുന്നു. കറുകമാല, മുക്കുറ്റിമാല, എണ്ണ എന്നിവയാണ് ഇവിടത്തെ വഴിപാട്. അതിബൃഹത്തായ ബലിക്കല്ലാണ് ഇവിടെയുള്ളത്. മുഴുവൻ പിത്തള പൊതിഞ്ഞിരിക്കുന്നു. ബലിക്കൽപുരയുടെ മേലാപ്പിൽ പാറപ്പലകൾ പാകിയിരിക്കുകയാണ്. നാലമ്പലത്തിനു ചുറ്റും ബൃഹത്തായ വിളക്കുമാടമുണ്ട്. വലിയമ്പലത്തിലേക്ക് കയറിയപ്പോഴും തൂണുകളും മേലാപ്പുമെല്ലാം കരിമ്പാറകൾ കൊണ്ടുള്ള നിർമ്മിതിയാണെന്ന് ബോധ്യമാവും. നമസ്കാര മണ്ഡപവും ശ്രീകോവിലും നാലമ്പലവുമെല്ലാം ചെമ്പുമേഞ്ഞതാണ്. ശ്രീകോവിലും മണ്ഡപവും വലുതാണ്. അതുപോലെ തന്നെ തിരുമുറ്റത്തിനുമുണ്ട് കൂടുതൽ വിസ്തീർണം. വലിയ വട്ട ശ്രീകോവിലാണ് വൈക്കം പെരും തൃക്കോവിലപ്പന്റേത്. ശ്രീകോവിലിന് മുമ്പിൽ ദ്വാരപാല വിഗ്രഹങ്ങളില്ല. പകരം വാതിലിന് ഇരുവശത്തും ഭിത്തികളിലും ഗണപതിയും പാർവതിയും സുബ്രഹ്മണ്യനും താഴെ ഇവരുടെ വാഹനങ്ങളായ ഋഷഭം, മൂഷികൻ, മയിൽ എന്നിവയുടെ രൂപങ്ങൾ. കിരാതവേഷത്തിൽ ശിവപാർവതിമാരും പിന്നെ ദക്ഷിണമൂർത്തിയും ഇടതുഭാഗത്തുമുണ്ട്. 6 സോപാനപ്പടികൾ കയറി ചെല്ലുന്ന ശ്രീകോവിലിന് 2 അറയാണുള്ളത്. ഗർഭഗൃഹത്തിലേക്ക് വീണ്ടും 6 പടികൾ കയറി ചെല്ലണം. അത്ര ഉയരത്തിലാണ് ഭഗവാന്റെ ശിവലിംഗ പ്രതിഷ്ഠ. പടിയാറും കടന്നകമേ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭു. വലിയ ശിവലിംഗമാണിത്. പീഠത്തിന് മാത്രം 2 അടിയോളം ഉയരം. അതിൽ 5 അടി ഉയരമുള്ള ശിവലിംഗം. വൈക്കത്തെ ദക്ഷിണകാശിയാക്കിയ മഹാദേവന്റെ പവിത്ര സങ്കേതം. 108 മഹാബ്രാഹ്മണർ മന്ത്രോച്ചാരണത്തോടെ 108 കഴുക്കോലുകൾ വെച്ചാണ് ശ്രീകോവിലിന്റെ മേൽക്കൂര നിർമ്മിച്ചത്. ഊരാൺമക്കാരായിരുന്നു അവരെല്ലാം. അനേക വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ ക്ഷേത്രത്തിൽ അഗ്നിബാധയുണ്ടായി. അപ്പോൾ വിഗ്രഹത്തെ രക്ഷിക്കണമെന്ന ചിന്തയോടെ അന്ന് തന്ത്രിയായിരുന്ന മേനാട്ട് നമ്പൂതിരി ശ്രീകോവിലിനുള്ളിലേക്ക് ഓടിക്കയറി. ഒരു ചെമ്പുപാത്രം പൊക്കിയെടുത്ത് വിഗ്രഹത്തെ മൂടിയിട്ട് നമ്പൂതിരി വരുണമന്ത്രം ചൊല്ലി നിലത്തു കിടന്നു. ചുറ്റും അഗ്നിയായിരുന്നു. പുറത്തുനിന്ന് തീകെടുത്തിയിട്ട് ആളുകൾ അകത്തേക്ക് ഓടിക്കയറി നോക്കിയപ്പോൾ തന്ത്രി അബോധാവസ്ഥയിൽ കിടക്കുന്നതാണ് കണ്ടത്. താങ്ങിയെടുത്ത് പുറത്തേക്ക് കൊണ്ടുവന്നു വെള്ളം കൊടുക്കുകയും വീശുകയും ഒക്കെ ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ബോധം വീണ്ടും കിട്ടി. അദ്ദേഹം എഴുന്നേറ്റ് ശ്രീകോവിലിന് മുമ്പിൽ ചെന്ന് താക്കോൽ വെച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു അത്രേ: ഭഗവാനെ, വരും കാലങ്ങളിൽ ഇങ്ങനെയുള്ള അത്യാഹിതങ്ങൾ സംഭവിച്ചാൽ എന്റെ പിൻഗാമികൾക്ക് അവിടത്തെ ദിവ്യ വിഗ്രഹം രക്ഷിക്കാൻ പ്രാപ്തി ഉണ്ടായെന്ന് വരില്ല. അതിനാൽ ഞാനിതാ തന്ത്രമൊഴിയുന്നു. ഈ
ഈ പ്രവൃത്തി ഭഗവാൻ ഇഷ്ടമാകാത്തത് കൊണ്ടാവാം മേനാട്ടില്ലത്തുള്ളവർക്ക് പിന്നീട് ദീർഘായുസ് ലഭിക്കാതെ പോയത്. തുടർന്ന് മേക്കാട്ടില്ലക്കാർക്ക് തന്ത്രം ലഭിക്കുകയും ചെയ്തു. 3 ഭാവങ്ങളാണ് വൈക്കത്തപ്പനുള്ളത്. പന്തീരടി പൂജ വരെ ഭഗവാൻ ജ്ഞാനദാതാവാണ്. ഈ സമയത്ത് ഭഗവാനെ ദർശിച്ച് ഭജിക്കുന്നവർക്ക് വിജ്ഞാനം, ബുദ്ധിവികാസം എന്നിവ സിദ്ധിക്കും. അതിനുശേഷം ഉച്ചപൂജ വരെ കിരാതമൂർത്തിയാണ്. ഈ സമയത്ത് സർവകാര്യ വിജയം നേടും. വൈകുന്നേരം ശിവപാർവതി സമേതൻ. ഈ സമയത്തെ ദർശന ഫലം ജീവിത സുഖഭോഗലബ്ധി. ശ്രീകോവിലിന് മുമ്പിൽ ഇടതുവശത്ത് ഗണപതിയുടെ ചെറിയ കോവിലുണ്ട്. ശ്രീകോവിലിന് പിന്നിൽ വലിയൊരു ആൽവിളക്ക് അനേകം തിരുനാളങ്ങളുടെ പ്രഭ വിതറുന്നു. അന്നദാന പ്രഭുവിന്റെ ദാനതൽപരത പ്രശസ്തം. അപേക്ഷിക്കുന്നവർക്ക് ഭഗവാൻ എന്തും കൊടുക്കും. അത്രയ്ക്ക് അനുകമ്പാകുലനാണ് വൈക്കത്തപ്പൻ. 2 കരങ്ങളും വരദ രൂപത്തിലുള്ളതാണ് വൈക്കത്തപ്പന്റെ സങ്കല്പം. ഈ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ വഴിപാട് അന്നദാനമാണ്. പ്രാതൽ എന്നാണ് ഇവിടെ നടത്തുന്ന സദ്യ അറിയപ്പെടുന്നത്. ബ്രാഹ്മണ സദ്യ ആയിരുന്നു ആദ്യകാലങ്ങളിൽ. അവർക്ക് വിളമ്പിക്കഴിഞ്ഞ് ബാക്കിയുള്ളത് മറ്റുള്ളവർക്കും ലഭിച്ചിരുന്നു. രാജഭരണകാലത്ത് ദിവസവും പ്രാതൽ നടത്തിയിരുന്നു. ഭഗവാന്റെ ശക്തി വിശേഷത്താൽ എത്ര പറ അരി വെച്ചാലും അത് അധികമാവുകയോ തികയാതെ വരികയോ ചെയ്യാറില്ല. വൈക്കത്തെ പ്രാതലിന്റെ വിഭവങ്ങൾക്കും പായസത്തിനുമൊക്കെയുള്ള സ്വാദ് വളരെ പ്രശസ്തമാണ്. വൈക്കത്തെ പാചകക്കാർ വലിയ അടുക്കളയിൽ തയ്യാറാക്കുന്ന സദ്യക്കുള്ള രുചി അവർ തന്നെ മറ്റെവിടെയെങ്കിലും ഉണ്ടാക്കുന്ന സദ്യക്ക് കിട്ടാറില്ലെന്നുള്ളതും പരമാർത്ഥമാണ്. ആറന്മുള എരിശ്ശേരിക്കുള്ള പ്രസിദ്ധി പോലെയാണ് വൈക്കത്തെ പഴപ്രഥമനും ചക്കപ്രഥമനും കാളനും മറ്റുള്ള വിഭവങ്ങളും. ബ്രാഹ്മണ വേഷത്തിൽ ഭഗവാൻ നിത്യവും സദ്യ കഴിക്കാൻ എത്താറുണ്ടെന്നാണ് വിശ്വാസം. ബ്രാഹ്മണ ഭോജനം നടക്കുന്ന സമയത്ത് പ്രാതൽ വഴിപാടായി നടത്തുന്നയാൾ ക്ഷേത്രത്തിന് പുറത്ത് പ്രദക്ഷിണം വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ആചാരമുണ്ട്. പ്രാതലുള്ള ദിവസം ഉച്ചയ്ക്ക് സദ്യ കഴിഞ്ഞാൽ മേൽശാന്തി അടച്ച നട വീണ്ടും തുറന്ന് ദർശനത്തിന് സൗകര്യമൊരുക്കും. പ്രസാദ വിതരണവും നടത്തും. ഭഗവാൻ സദ്യയുണ്ട് തൃപ്തനായിരിക്കുന്ന സമയത്തെ ദർശനത്തിന് ആനന്ദ ദർശനം എന്നാണ് പറയുന്നത്. വൈക്കത്ത് നടന്നിട്ടുള്ളത്രയും അന്നദാനം മറ്റൊരിടത്തും നടന്നിട്ടുള്ളതായി ചരിത്രമില്ല. വൈക്കത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമാണ് വൈക്കത്തഷ്ടമി. ഈ ദിവസത്തിന്റെ വൈശിഷ്ട്യം വെളിപ്പെടുത്തിയത് പരശുരാമനാണ്. ശിഷ്യഗണങ്ങളോട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: വൃശ്ചിക മാസത്തിലെ കാർത്തിക നാളിൽ അഷ്ടമി മഹോത്സവം നടത്തിയാൽ ഭഗവാന്റെ പ്രത്യക്ഷാനുഗ്രഹം സിദ്ധിക്കും. ഈ ദിവസം പുലർച്ചെ ശ്രീ മഹാദേവൻ തന്റെ ദിവ്യമംഗള സ്വരൂപം പ്രത്യക്ഷപ്പെടുത്തി ദർശനം നടത്തുന്നവരെ അനുഗ്രഹിക്കും. അന്നേ ദിവസം സുഭിക്ഷമായ അന്നദാനം കൊണ്ട് പ്രാണിതർപ്പണം നടത്തണം. വൈക്കത്തപ്പനും പുത്രനായ സുബ്രഹ്മണ്യനും സ്നേഹാദരങ്ങളോടെ കൂടിക്കാഴ്ച നടത്തുന്ന അപൂർവ ദിവ്യ നിമിഷങ്ങളും ഉണ്ടാകും. ഭണ്ഡാരം സ്വർണം കൊണ്ട് നിറയ്ക്കുന്ന സുദിനം കൂടിയാണിത്. വൈക്കത്തഷ്ടമിയുടെ ഉത്ഭവം ഇതാണ്. വ്യാഘ്രപാദ മഹർഷിക്ക് ഭഗവാൻ ദിവ്യദർശനം നൽകിയ പുണ്യ ദിവസവുമാണ് വൃശ്ചികത്തിലെ കാർത്തിക. 12ാം ദിവസം അഷ്ടമി വരത്തക്ക വിധത്തിലാണ് ഈ തിരുവുത്സവത്തിന് കൊടികയറുന്നത്. ഉദയനാപുരത്ത് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലും ഈ ദിവസമാണ് ഉത്സവത്തിന് കൊടിയേറുന്നത്. വൈക്കത്ത് നിന്ന് 4-5 കിലോമീറ്റർ വടക്കായിട്ടാണ് ഉദയനായകീപുരം. ചേരമാൻ പെരുമാൾ കാർത്യായനിയെ പ്രതിഷ്ഠിക്കാനായി ഇവിടെ ഒരു ക്ഷേത്രം പണികഴിപ്പിച്ചെങ്കിലും അവിടെ സുബ്രഹ്മണ്യനെ പ്രതിഷ്ഠിക്കാനാണ് യോഗമുണ്ടായത്. കാർത്യായനി ദേവി കുമാരനല്ലൂരാണ് കുടിയേറിയത്. ആദ്യത്തെ 3 ദിവസം കരക്കാരുടെ വകയായുള്ള ഉത്സവ ആഘോഷങ്ങളാണ് നടക്കുക. അഹസ് എന്നാണ് ഈ ആഘോഷങ്ങൾ അറിയപ്പെടുന്നത്. എല്ലാ ദിവസവും രാവിലെയും രാത്രിയിലും ശ്രീബലിക്കു ശേഷം തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ ശ്രീഭൂതബലി എന്ന ചടങ്ങ് നടത്തും. സകല ദേവതകൾക്കും ഒന്നിച്ച് ഹവിസ് തൂകുന്ന ചടങ്ങാണിത്. ശ്രീഭൂതബലി, ഉത്സവ ബലി, ആറാട്ട് എന്നിവയ്ക്ക് മാത്രമേ മൂലബിംബം പുറത്തേക്ക് എഴുന്നള്ളിക്കൂ. 7ാം ഉത്സവ ദിവസം രാത്രിയിൽ അത്താഴം പൂജ, ശ്രീബലി, ശ്രീഭൂതബലി തുടങ്ങിയ ചടങ്ങുകൾക്ക് ശേഷം അതിവിശിഷ്ടമായ ഋഷഭവാഹനം എഴുന്നള്ളിപ്പ് നടക്കും. രാത്രി 12 മണിയാവും വിളക്കിനെ എഴുന്നള്ളിക്കാൻ. ഈ രാത്രിയിലാണ് നയനാനന്ദകരവും പ്രശസ്തവുമായ അഷ്ടമി വിളക്ക്. താരകാസുരവധം കഴിഞ്ഞ് വിജയശ്രീലാളിതനായി സൈന്യസമേതം മടങ്ങി വരുന്ന സുബ്രഹ്മണ്യൻ മാതാപിതാക്കളായ ശിവനെയും പാർവതിയെയും കണ്ടുവണങ്ങാനുള്ള വരവാണത്രേ ഈ എഴുന്നള്ളത്ത്. ഉദയനാപുരത്തപ്പൻ വൈക്കം ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളുമ്പോൾ കൂട്ടുമ്മേൽ ഭഗവതിയും മൂത്തേടത്ത് കാവലിൽ ഭഗവതിയും ആനപ്പുറത്തേറി സുബ്രഹ്മണ്യനുമായി സംഗമിച്ച് മൂവരും ചേർന്ന് വൈക്കത്തപ്പന്റെ ക്ഷേത്രത്തിലേക്ക് വരുന്നത്. വളരെ നാളത്തെ വേർപാടിനു ശേഷം വീരപരിവേഷം അണിഞ്ഞെത്തുന്ന പുത്രനെ സ്വീകരിക്കാനും താലോലിക്കാനുമുള്ള ആവേശത്തോടെ ഭഗവാൻ ആനപ്പുറത്തേറി കിഴക്കുവശത്തെ ആനക്കൊട്ടിലിൽ എഴുന്നള്ളി പുത്രനെയും കൂട്ടി ഭഗവാൻ അകത്തേക്ക് എഴുന്നള്ളുന്നതുമായ കാഴ്ചകൾ നയനാനന്ദകരവും വികാര നിർഭരവുമാണ്. ഇതാണ് അഷ്ടമി ചടങ്ങ്. പുലർച്ചെ 3 മണിക്ക് വലിയ കാണിക്ക ആരംഭിക്കും.
വൈക്കത്തപ്പനെയും ഉദയനാപുരത്തപ്പനെയും എഴുന്നള്ളിച്ചു നിർത്തിയിരിക്കുന്നതിന്റെ മുമ്പിൽ സ്ഥാപിക്കുന്ന വലിയ ചെമ്പിലാണ് കാണിക്ക സമർപ്പിക്കേണ്ടത്. പണ്ടുകാലത്ത് കാണിക്കയായി സ്വർണവും വെള്ളിയും ചെമ്പ് നിറഞ്ഞു കവിയുമായിരുന്നു. കുംഭമാസത്തിലെ അഷ്ടമിയും അത്ര വിപുലമായല്ലെങ്കിലും ആഘോഷിക്കാറുണ്ട്. വൈക്കത്തപ്പന്റെ ശ്രീകോവിലിനടുത്തുള്ള നിലവറകളിൽ പുരാതന കാലം മുതലുള്ള നിധികളുടെ ശേഖരമുണ്ട്. ദിവ്യരത്നങ്ങളും ആഭരണങ്ങളും വിലമതിക്കാനാവാത്ത അപൂർവ വസ്തുക്കളും സ്വർണ്ണ നാണയങ്ങളും എല്ലാം ഉണ്ടെന്നാണ് കേൾവി. ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന്റെ കാലത്ത് 2 നിലവറകൾ തുറന്നെങ്കിലും ആർക്കും അതിനകത്തേക്ക് കടക്കാൻ കഴിഞ്ഞില്ലത്രേ. ഘോര സർപ്പങ്ങൾ ഭണം വിടർത്തി നിൽക്കുന്നത് കണ്ട് എല്ലാവരും പിന്മാറുകയാണ് ഉണ്ടായത്. 2 നിലവറകളിൽ നാഗരത്നം, ചന്ദ്രകാന്തക്കല്ല്, നെന്മാണിക്യം, വലംപിരി ശംഖ്, പട്ടിൽ പൊതിഞ്ഞ നാഗദന്തി വേര് തുടങ്ങിയവ ഒട്ടേറെ അമൂല്യ വസ്തുക്കൾ അതിലുണ്ടായിരുന്നു അത്രേ. ക്ഷേത്രത്തിനു പുറത്ത് പനച്ചിക്കൽ ഭഗവതിയുടെ പ്രതിഷ്ഠയുണ്ട്. ക്ഷേത്രത്തിന് തെക്ക് വശത്താണിത്. വെറും മതിൽക്കെട്ടേയുള്ളൂ, മേൽപ്പുരയില്ല. മരങ്ങളും ചെടികളും മതിൽക്കെട്ടിൽ വളർന്നു നിൽപ്പുണ്ട്. വനദുർഗയായി ആരാധിക്കുന്നു. അതിനാലാവാം മേൽത്തട്ടും മറയും വേണ്ടെന്ന് വെച്ചത്. ഇവിടെ ദേവിയുടെ പ്രതിഷ്ഠ നടന്നതിനെ കുറിച്ച് ഇങ്ങനെ ഒരു ഐതിഹ്യമുണ്ട്. വൈക്കം ക്ഷേത്രമുണ്ടായ കാലത്ത് ഒരു യക്ഷിയുടെ ഉപദ്രവം അവിടെ ഉണ്ടായി. ആളുകൾ ഭയചകിതരായി അഭയം പ്രാപിച്ചത് അവിടെ തപസ്സനുഷ്ഠിച്ചു കഴിഞ്ഞിരുന്ന വ്യാഘ്രപാദ മഹർഷിയെയാണ്. അദ്ദേഹം ദിവ്യദൃഷ്ടിയാൽ കാര്യം ഗ്രഹിച്ചു. ബലിക്കൽപുരയുടെ വടക്കുകിഴക്കേ മൂലയിൽ വാഴുന്ന തൂണിന്മേൽ ഗണപതിയെ പ്രാർത്ഥിച്ച് യക്ഷിയുടെ ശല്യം ഒഴിവാക്കി തരണമെന്ന് അപേക്ഷിച്ചു. ഗണപതി ഉടനെ തന്റെ ഭൂതഗണങ്ങളിൽപ്പെട്ട തൃശൂലിയെ ആ ദൗത്യം ഏൽപ്പിച്ചു. ഒരു തൃശൂലവുമായി പാഞ്ഞു ചെന്ന തൃശൂലി യക്ഷിയെ 3 കഷ്ണങ്ങളാക്കി 3 ദിക്കുകളിലേക്ക് വലിച്ചെറിഞ്ഞു. ഉടൽ വൈക്കത്ത് തെക്കേ നടയിലും തല കുറച്ചകലെയുള്ള മൂത്തേടത്തുകാവിലും പാദങ്ങൾ വടക്കുള്ള കൂട്ടുമേലും ചെന്നു വീണു. 3 സ്ഥലത്തും പിന്നീട് കോവിലുകൾ ഉണ്ടായി. അഗസ്ത്യ മഹർഷിയുടെ ശാപത്താൽ യക്ഷിയായി തീർന്ന ഗന്ധർവ സുന്ദരിയായിരുന്നു അത്. ശാപമോക്ഷം ലഭിക്കുമ്പോൾ ദേവതാ സ്ഥാനം ലഭിക്കുമെന്ന് അഗസ്ത്യൻ അനുഗ്രഹിച്ചിരുന്നു. വൈക്കത്ത് പനച്ചിക്കൽ ഭഗവതി എന്ന പേരിൽ ഈ ദേവത പ്രശസ്തയായി. ഇവിടെ ചിറപ്പ് നടത്താറുണ്ട്. വടക്കംകൂർ രാജാവിന്റെ വിനാശം ആഗ്രഹിച്ച ക്ഷേത്രം ഊരാൺമക്കാരായ നമ്പൂതിരിമാർ അതിനായി ആരംഭിച്ച ചടങ്ങാണ് തെക്കുംപുറത്ത് പാട്ട് എന്ന് പറഞ്ഞു വരുന്നത്. മീനമാസത്തിൽ നടത്തുന്ന വടക്കുംപുറത്ത് പാട്ടുപോലെ തന്നെയാണ് ഇതും. വടക്കംകൂർ രാജ്യം തിരുവിതാംകൂറിന്റെ അധീനതയിലായതോടെ ലക്ഷ്യം നിറവേറിയ സന്തോഷത്താൽ ഊരാൺമക്കാർ ഈ ചടങ്ങ് അവസാനിപ്പിച്ചു അത്രേ. മീനമാസത്തിൽ വടക്കുപുറത്ത് നടത്തുന്ന കളമെഴുത്തു പാട്ടും വളരെ പ്രശസ്തമാണ്. സന്ധ്യ കഴിഞ്ഞാണ് കളംപാട്ടും കളം തൊഴിലും മറ്റും നടക്കുക. ഈ സമയത്ത് കൊടുങ്ങല്ലൂർ ഭദ്രകാളിയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടാകുമെന്നാണ് വിശ്വസിക്കുന്നത്. അത്താഴപൂജ കഴിഞ്ഞ് ക്ഷേത്ര നടയടച്ച് എല്ലാവരും പിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ക്ഷേത്രത്തിന് കാവൽ നിൽക്കുന്നത് കാവുടയോൻ എന്ന മൂർത്തിയാണ്. ഭഗവാന്റെ പ്രധാന സഹായിയായ നന്ദിയാണത്രേ കാവുടയോൻ. കാലക്കൽ വലിയച്ഛൻ എന്നും ഈ മൂർത്തി അറിയപ്പെടുന്നുണ്ട്. ക്ഷേത്രത്തിന് പുറത്ത് വടക്കു പടിഞ്ഞാറുള്ള ഒരു പറമ്പിൽ കാവുടയോനെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അർദ്ധരാത്രിയിൽ കാവുടയോൻ ക്ഷേത്ര സംരക്ഷണാർത്ഥം പ്രദക്ഷിണം നടത്താറുണ്ട്. ഒരിക്കൽ വൈക്കത്തെ പാച്ചുമൂത്തത്ത് എന്ന പ്രശസ്തനായ വ്യക്തി കുഷ്ഠരോഗം മാറാനായി ക്ഷേത്രത്തിൽ ഭജനം ഇരിക്കുകയുണ്ടായി. രാത്രി മുഴുവൻ നാമജപങ്ങളോടെ അദ്ദേഹം ക്ഷേത്രത്തിന് പ്രദക്ഷിണം ചെയ്യാറുണ്ടായിരുന്നു. ഒരു ദിവസം പാതിരാത്രിയിൽ ക്ഷേത്രം ചുറ്റി നടന്നു വന്ന പാച്ചുമൂത്തത് പെട്ടെന്ന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഒരു സത്വത്തെ കണ്ട് ഭയന്നുപോയി. സ്വർണ്ണ താഴികക്കുടത്തിൽ ഇടതു കൈ ചുറ്റിപ്പിടിച്ചുകൊണ്ടാണ് ഭീമാകാരനായ കാവുടയോൻ ക്ഷേത്ര പ്രദക്ഷിണം നടത്തുന്നത്. മൂത്തത് ആ രൂപം കണ്ടു ഭയന്നുവെന്നല്ലാതെ ഉപദ്രവമൊന്നും ഉണ്ടായില്ല. ക്ഷേത്രത്തിന്റെ തെക്കുവശത്ത് ആൽത്തറയിൽ സർപ്പവിഗ്രഹങ്ങളുണ്ട്. വർഷത്തിലൊരിക്കൽ ഇവിടെ പൂജയും 100 പാലും നടത്തും. ക്ഷേത്ര ഊരാളന്മാർ 108 ഇല്ലക്കാരായിരുന്നു. ഒരിക്കൽ ഇവർ ചേരി തിരിഞ്ഞ് മത്സരമായി. ഒരു കൂട്ടർ രാജാവിന്റെ പക്ഷം ചേർന്നു. ഇവർ തമ്മിലുള്ള കലഹം ദിനം പ്രതി വർദ്ധിച്ചു. ഒരു ദിവസം ഞെല്ലാൽ നമ്പൂതിരിയുടെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം ഊരാളന്മാർ ഉച്ചപൂജ സമയത്ത് ക്ഷേത്രത്തിലേക്ക് കടന്നു വന്നു. പൂജയ്ക്ക് വിഘ്നം സൃഷ്ടിച്ചു. ഞെല്ലാൽ നമ്പൂതിരി 2ാം മുണ്ട് ശ്രീകോവിലിന്റെ പടിഞ്ഞാറുള്ള വാതിലിൽ തൂക്കിയിട്ടിട്ട് ഭഗവാന് നിവേദിക്കാനായി തയ്യാറാക്കി വെച്ചിരുന്ന നിവേദ്യത്തിൽ വായിലുണ്ടായിരുന്ന മുറുക്കാൻ തുപ്പി അശുദ്ധമാക്കി. പൂജ മുടക്കുകയായിരുന്നു ഉദ്ദേശ്യം. അത് കഴിഞ്ഞ് തിരികെ ചെന്ന് പടിഞ്ഞാറേ വാതിൽ നിന്ന് 2ാം മുണ്ട് എടുക്കാൻ കൈ നീട്ടിയപ്പോൾ ഘോര വിഷമുള്ള ഒരു സർപ്പം നമ്പൂതിരിയുടെ കൈക്ക് കടിച്ചു. വിഷബാധയേറ്റ് നിലത്ത് വീണ നമ്പൂതിരി ഒരുവിധം ഇഴഞ്ഞ് ക്ഷേത്രത്തിന് പുറത്തെത്തി. അപ്പോൾ തന്നെ മരണമടയുകയും ചെയ്തു. തൽക്ഷണം പടിഞ്ഞാറേ വാതിൽ തനിയെ അടഞ്ഞു.
മേലിൽ പടിഞ്ഞാറേ വാതിൽ തുറക്കാൻ പാടില്ല എന്ന ശ്രീകോവിലിനുള്ളിൽ നിന്ന് ഒരു കൽപ്പന പുറത്തു വരികയും ചെയ്തു. തന്റെ പൂജയ്ക്ക് മുടക്കം വരുത്തിയവൻ എത്ര വലിയവനായാലും അതിന് തക്ക ശിക്ഷ ഭഗവാൻ നൽകുമെന്നതിന്റെ തെളിവാണിത്. ഇന്നും വൈക്കം ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ വാതിൽ തുറക്കാറില്ല. വൈക്കം ക്ഷേത്രത്തിൽ പാണി കൊട്ടാനുള്ള കാരാന്മാവകാശം ഒരു മാരാർ കുടുംബത്തിനായിരുന്നു. ഒരിക്കൽ ആ മാരാർ കുടുംബത്തിൽ ഗർഭിണിയായ ഒരു യുവതി മാത്രം ശേഷിച്ചു. അവളുടെ ഭർത്താവും അകാലത്തിൽ മരണമടഞ്ഞതിനാൽ ക്ഷേത്രത്തിൽ പാപ്പെട്ടു പോകരുതെന്ന് കരുതി അവൾ ചില ബന്ധുക്കളെ സമീപിച്ചു. നാളെ ക്ഷേത്രത്തിൽ പാണി കൊട്ടി എന്നെ ഒന്ന് സഹായിക്കണം. അതിന് മുടക്കം വരുത്തിയാൽ ഭഗവാൻ കോപിക്കും. മാത്രമല്ല എന്റെ കാരാന്മാവകാശം നഷ്ടപ്പെടുകയും ചെയ്യും. പാണി കൊട്ടാനുള്ള കാരാന്മാവകാശം എനിക്ക് വിട്ടുതരാമെങ്കിൽ ഞാൻ പോയി പാണി കൊട്ടാം, നിനക്ക് ദൈവകോപം ഉണ്ടാവുകയുമില്ല. ഒരാളുടെ മറുപടി ഇങ്ങനെയായിരുന്നു. അതിനവൾ തയ്യാറായില്ല. വേറെ പലരെയും സമീപിച്ചെങ്കിലും എല്ലാവരുടെയും താല്പര്യം കാരാന്മാവകാശം അവളിൽ നിന്നും പിടിച്ചെടുക്കുക എന്നതായിരുന്നു. കാരാന്മാവകാശം പോയാൽ വേറെ വരുമാനമില്ലാതെ താൻ പട്ടിണിയായി പോകുമെന്നും സ്വാർത്ഥരായ ബന്ധുക്കളാരും സഹായിക്കാനെത്തില്ലെന്നും അവൾക്കുറപ്പുണ്ടായിരുന്നു. പലരും നിർബന്ധിച്ചെങ്കിലും ആ യുവതി വഴങ്ങിക്കൊടുത്തില്ല. എങ്കിലും നേരം പുലർന്നാൽ പാണി കൊട്ടാൻ മുടങ്ങാതിരിക്കാൻ എന്താണ് വഴിയെന്ന് അവൾ ഗാഢമായി ആലോചിച്ചു. ഭഗവാനെ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് കഴിച്ചുകൂട്ടി. രാത്രിയിൽ എപ്പോഴോ ഒന്ന് മയങ്ങിയപ്പോൾ ഒരു ദിവ്യരൂപം തൊട്ടു മുന്നിൽ വന്ന് ഇങ്ങനെ പറയുന്നതായി അവൾ സ്വപ്നം കണ്ടു. നീ തന്നെ നാളെ ക്ഷേത്രത്തിൽ ചെന്ന് പാണി കൊട്ടിക്കൊടുക്ക. അറിയില്ലെന്നോർത്ത് ഭയപ്പെടേണ്ട. ഞെട്ടി ഉണർന്നപ്പോൾ അടുത്തെങ്ങും ആരെയും കണ്ടില്ലെങ്കിലും അത് ഭഗവാന്റെ അരുളപ്പാടാണെന്ന് വിശ്വസിച്ച് ആ യുവതി രാവിലെ കുളിച്ചൊരുങ്ങി ക്ഷേത്രത്തിലെത്തി ഭഗവാന്റെ തിരുനടയിൽ ചെന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം പാണി കൊട്ടാനായി തിമിലയും എടുത്ത് അവൾ തയ്യാറായി നിന്നു. അത് കണ്ടപ്പോൾ തന്ത്രി മേനാടന് സംശയം. നിനക്ക് പാണി കൊട്ടാൻ അറിയാമോ? ഞാൻ ശ്രമിച്ചു നോക്കാം തിരുമേനി. അടച്ചു കൊട്ടണോ മുറുക്കി കൊട്ടണോ? അവൾ ചോദിച്ചു. മുറുക്കി തന്നെ കൊട്ട് നോക്കട്ടെ. കിണ്ടിയിൽ വെള്ളവുമായി തന്ത്രി ശ്രീബലി നടത്താൻ മുന്നോട്ട് വന്നതോടെ അവൾ പാണി കൊട്ടാൻ ആരംഭിച്ചു. അവൾക്ക് അതിലൊട്ടും പരിചയമുണ്ടായിരുന്നില്ലെങ്കിലും ഭഗവാന്റെ അനുഗ്രഹം പൂർണ്ണമായി അവളിലേക്ക് ഒഴുകിയതിനാൽ പാണികൊട്ട് കണക്കൊത്തു തന്നെ നടന്നു. അതിന്റെ കണക്കനുസരിച്ച് മന്ത്രോച്ചാരണം നടത്തി ബലി തൂകാൻ തന്ത്രി അശക്തനായി. അപ്പോഴേക്കും ഭൂതഗണങ്ങൾ വായും പിളർന്ന് തന്ത്രിയുടെ നേരെ ചെന്നു. മേക്കാടൻ നമ്പൂതിരി സ്തബ്ധനായി നിന്നുപോയി. ഈ സമയത്ത് മഹാമാന്ത്രികനും തന്ത്രവിദ്യാ നിപുണനുമായ ഭദ്രകാളി മറ്റപ്പള്ളി നമ്പൂതിരിപ്പാട് ആ വഴിക്ക് വരാനിടയായി. ക്ഷേത്രത്തിൽ നിന്നുള്ള പാണികൊട്ട് കേട്ടപ്പോൾ അതിലെന്തോ അസാധാരണത്വം തോന്നിയതിനാൽ മറ്റപ്പള്ളി നമ്പൂതിരിപ്പാട് വേഗം ക്ഷേത്രത്തിനകത്തേക്ക് കയറി വന്നു. മാരാർ യുവതി ആവേശപൂർവം പാണി കൊട്ടുന്നതും ഭൂതഗണങ്ങൾക്ക് മുമ്പിൽ മേക്കാടൻ ചലനമറ്റു നിൽക്കുന്നതും അദ്ദേഹം കണ്ടു. മറ്റപ്പള്ളിയെ കണ്ടയുടൻ എന്നെ രക്ഷിക്കണേ എന്ന് മേക്കാടൻ കണ്ണു കാണിച്ചു. പകുതി എനിക്ക് തരാമോ എന്ന് മറ്റപ്പള്ളി ആംഗ്യത്താൽ ചോദിച്ചു. മേക്കാടൻ അത് സമ്മതിക്കുകയും ചെയ്തു. ഉടനെ മറ്റപ്പള്ളി ക്ഷേത്രകുളത്തിൽ മുങ്ങിക്കുളിച്ചിട്ട് ഓടി വരികയും മേക്കാടന്റെ കയ്യിൽ നിന്ന് നിവേദ്യം വാങ്ങി യുക്തമായ മന്ത്രോച്ചാരണങ്ങളോടെ ബലി തൂക്കി ഭൂതഗണങ്ങളെ ശാന്തരാക്കുകയും ചെയ്തു. പേനാകത്തി കൊണ്ട് ചെറു വിരൽ മുറിച്ച് അല്പം രക്തം നൽകി അവറ്റെയും തൃപ്തിപ്പെടുത്താനും അദ്ദേഹം തയ്യാറായി. അന്നു മുതൽ ക്ഷേത്രം തന്ത്രം മേക്കാടനും മറ്റപ്പള്ളിയും ഓരോ വർഷം മാറി മാറി നിർവഹിക്കാൻ തുടങ്ങി. ഭഗവത് ഭക്തയായ മാരാർ യുവതിക്ക് കാരാന്മാവകാശം നഷ്ടപ്പെട്ടതുമില്ല. അവൾ ഒരു തൊഴിലിൽ വിദഗ്ധയായി തീരുകയും ചെയ്തു. ഇവിടെ ചന്ദനപ്രസാദമില്ല. വടക്ക് കിഴക്കേ മൂലയിലെ വലിയ അടുക്കളയിലെ ചാരമാണ് ക്ഷേത്രത്തിലെ പ്രസാദമായി നൽകുന്നത്. ഈ ഭസ്മം അപസ്മാരം, ചൊറി, ചിരങ്ങ് തുടങ്ങിയവയ്ക്ക് ഉത്തമമായി കരുതുന്നു. വൈക്കത്ത് മാത്രം കാണുന്ന ഒരു ചടങ്ങാണ് ഘട്ടിയം ചൊല്ലൽ. ദീപാരാധനയ്ക്കും അത്താഴ ശ്രീവേലിയുടെ മൂന്നാമത്തെ പ്രദക്ഷിണത്തിലുമാണ് ഇത് നടക്കുക. മുകളിൽ ഋഷഭവാഹനവും 5 അടി ഉയരമുള്ള ഒരു വെള്ളി വടി കയ്യിൽ പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ദേവന്റെ സ്തുതിഗീതങ്ങൾ ചൊല്ലുന്നതാണ് ഘട്ടിയം ചൊല്ലൽ. 4 അമ്പലത്തിന് അകത്തും പുറത്തുമായി 3 ഗണപതി പ്രതിഷ്ഠകൾ, അദൃശ്യ സങ്കല്പത്തിൽ കുടികൊള്ളുന്ന സുബ്രഹ്മണ്യ സ്വാമി, നാഗദേവങ്ങൾ, പനച്ചിക്കൽ ഭഗവതി എന്നിവരുടെ അഭൂതപൂർവമായ അനുഭൂതിയാണ് വൈക്കം മഹാദേവ ക്ഷേത്രം ഭക്തർക്ക് പ്രദാനം ചെയ്യുന്നത്. ക്ഷിപ്രകോപിയും ക്ഷിപ്രപ്രസാദിയുമായ ശ്രീ പരമേശ്വരനെ കണ്ടു തൊഴുത് ദുരിത ദുഃഖ പരിഹാരത്തിനായി അനേകായിരങ്ങൾ ദിനം പ്രതി ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു.